ഇന്നത്തെ വീഡിയോയിൽ ജോർഡാൻ പീൽ എന്ന ഡയറക്ടറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മോഡേൺ ഫിലിം മേക്കേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ജോർഡാൻ പീൽ. പുള്ളി ആകെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് വെറും 3 സിനിമകൾ മാത്രമാണ്. പക്ഷേ ഈ 3 സിനിമകളിലൂടെ തന്നെ സിനിമാ രംഗത്ത് ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ പുള്ളിക്ക് സാധിച്ചു. പുള്ളി ഹൊറർ മൂവീസ് എന്ന കോൺസെപ്റ്റിൽ വലിയൊരു മാറ്റം വരുത്തി. നമ്മൾ എങ്ങനെയാണോ ഹൊറർ മൂവീസിനെ കാണുന്നത് അതിൽ വലിയൊരു മാറ്റം വരുത്താൻ പുള്ളിയുടെ സിനിമകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജംസ്കെയേഴ്സും പിന്നെ കുറേ പ്രേതങ്ങളും തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഹൊറർ സിനിമകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്നായിരുന്നു പുള്ളിക്ക് മുമ്പ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. ജാതിയിലും ഐഡൻറ്റിറ്റിയിലും ക്ലാസ്സിലും എല്ലാം ഹൊറർ കാണാൻ പുള്ളിക്ക് സാധിച്ചു. എന്താണ് ജോർദാൻ പീലിനെ സ്പെഷ്യലാക്കുന്നത്? പുള്ളിയുടെ സിനിമകൾ നമ്മളെ പേടിപ്പിക്കുക എന്നതിലുപരി നമ്മളെ അൺകംഫർട്ടബിൾ ആക്കും. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് നമ്മൾ ആരാണ് എന്ന ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാക്കും. ഗെറ്റ് ഔട്ട്, അസ്, നോപ്പ് ഈ 3 സിനിമകളാണ് പുള്ളി ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന സിനിമകൾ. ഈ സിനിമകൾ കണ്ടതിന് ശേഷം തുടർന്ന് കാണുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചും കൂടെ കണക്റ്റ് ആവുന്നതായിരിക്കും. പുള്ളിയുടെ സിനിമകളിൽ ഉപയോഗിച്ച തീംസ്, പിന്നെ സിംബൽസ്, പിന്നെ ഈ സിനിമകളെല്ലാം നമ്മുടെ മനസ്സിൽ എങ്ങനെ തങ്ങി നിൽക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഈ വീഡിയോയിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നതായിരിക്കും. പുള്ളിയുടെ സിനിമകൾക്ക് ഫോളോ ചെയ്യുന്നൊരു സ്റ്റൈലുണ്ട്. പുള്ളിയുടെ സിനിമകളിൽ ഹൊറർ എന്ന എലമെൻറ്റിനെ സോഷ്യൽ റിയാലിറ്റിയുമായിട്ട് മിക്സ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തത് വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റോറീസ്, അതിൻ്റെ ഉള്ളിൽ വളരെ ഡീപ്പായിട്ടുള്ള മീനിങ്സ് ഉണ്ടാവും. പുള്ളിയുടെ സിനിമകളിലെ കോമഡി പതിയെ ഡിസ്റ്റർബിംഗ് ആയിട്ട് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പുള്ളിയുടെ സിനിമകളിലെ എൻഡിങ് അതെപ്പോഴും ആൾക്കാരിങ്ങനെ കംഫേർട്ട് ചെയ്ത് പിടിച്ചേർത്തുന്നതായിരിക്കുകയില്ല. ഇത്തരത്തിലുള്ള സിനിമകൾ നമ്മുടെ മനസ്സിൽ ഒരു തരത്തിലുള്ള ആങ്സൈറ്റി ഉണ്ടാക്കും. പുള്ളിയുടെ സിനിമകൾ ഒരു പസിൽ പോലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിനിമയായിരിക്കുമെന്നല്ല ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്. അത് 2 രീതിയിൽ വർക്ക് ചെയ്യും. വേണമെങ്കിൽ പുള്ളിയുടെ സിനിമകളെ പ്യുവർ ത്രില്ലേഴ്സായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ, സൈക്കോളജിക്കൽ, നൈറ്റ് മെയർ ആയിട്ട് ഈ സിനിമയെ കാണാൻ സാധിക്കും. ഈ 2 തരത്തിൽ പുള്ളിയുടെ സിനിമകളെ കാണാൻ സാധിക്കുന്നത് കൊണ്ടാണ് ജോർദാൻ പീൽ പടങ്ങൾ ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത്. പുള്ളിയുടെ ഓരോ സിനിമകളായിട്ട് നമുക്കിവിടെ ചർച്ച ചെയ്യാം. ആദ്യം തന്നെ 2017 ഇറങ്ങിയ ഗെറ്റ് ഔട്ട്. ജോർദാൻ പീൽ ഏറ്റവും ആദ്യമായി ഡയറക്റ്റ് ചെയ്ത സിനിമ. ഈ ലിസ്റ്റിൽ ഏറ്റവും അവസാനം ഞാൻ കണ്ട സിനിമയും ഇതാണ്. ജോർദാൻ പീൽ ചിത്രങ്ങളുടെ സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഒറ്റ നോട്ടത്തിൽ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ്. കറുത്ത വർഗ്ഗക്കാരനായ ഒരു വ്യക്തി അവൻ്റെ ഗേൾ ഫ്രണ്ട് വീട്ടിൽ പോകുന്നു. അവൾ വെളുത്തതാണ്. അവളുടെ ഫാമിലിയോ അതെ. അവളുടെ ഫാമിലി ഇവനോട് ഭയങ്കര പൊളൈറ്റായിട്ട് പെരുമാറുന്നു. ഭയങ്കര എന്ന് പറഞ്ഞാൽ വളരെ പൊളൈറ്റായിട്ട് പെരുമാറുന്നു. ചില സമയത്ത് എന്താണ് ഇതിങ്ങനെ കുറച്ച് ഓവറല്ലേ എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാക്കുന്നു. ഇവിടെ മോൺസ്റ്റേഴ്സും പ്രേതങ്ങളും ഒന്നും അല്ല കാണിക്കുന്നത്. ലിബറൽ റേസിസമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഗെറ്റ് ഔട്ട് എന്ന സിനിമയിൽ കാണുന്ന പലരെയും നമുക്ക് പെട്ടെന്ന് വെറുക്കാൻ പറ്റില്ല. അവർ ഈ കറുത്ത ആൾക്കാരുടെ കൾച്ചറിനെ എല്ലാം അഡ്മയർ ചെയ്യുന്നെങ്കിലും അവർ കറുത്ത വർഗ്ഗക്കാരെ ഒരു മനുഷ്യനെ പോലെ ട്രീറ്റ് ചെയ്യുന്നില്ല. സിനിമയിൽ സങ്കൺ പ്ലേസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. സിനിമയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു തീമാണ് മനുഷ്യരെ, പ്രത്യേകിച്ച് കറുത്ത വർഗ്ഗക്കാരെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്ഥലത്ത് ട്രാപ്പ് ചെയ്യാണ്. അവർ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവെയർ ആയിരിക്കും, പക്ഷേ അവർക്ക് അവരുടെ ബോഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ലോസ് ഓഫ് കൺട്രോളിനെ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ തന്നെ ബോഡിക്കുള്ളിൽ നമ്മൾ ട്രാപ്പ് ആവും. സൊസൈറ്റിയിൽ ആളുകൾ എത്ര പാർശ്വവൽക്കരിക്കപ്പെട്ട് കാണപ്പെടുന്നു എന്നതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഇവിടെ കാണുന്നത്. സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റോറിയാണ് ഗെറ്റ് ഔട്ട് എന്ന സിനിമയിലുള്ളത്. ഉള്ളിലോട്ട് നോക്കിയാൽ വളരെ ഷാർപ്പായിട്ടുള്ള മെറ്റഫർ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണൽ ഹൊറർ, പിന്നെ മെസ്സേജസ് കൃത്യമായിട്ട് പറയാൻ അവർക്ക് സാധിച്ചു എന്ന കാരണത്താൽ ഇത് വളരെ മികച്ച സിനിമയാണ്. പുള്ളിയുടെ അടുത്ത സിനിമയാണ് 2019 വന്ന അസ്. ജോർദാൻ പീലിൻ്റെ മോസ്റ്റ് അംബീഷ്യസ് ഫിലിം. ഇവിടെ സൊസൈറ്റി അല്ല എനിമി, നമ്മൾ തന്നെയാണ്. സിനിമയിൽ ഒരു ഫാമിലിയെ അവരുടെ തന്നെ ഡബിളായിട്ടുള്ള ടെത്തററ്റ്സ്, അങ്ങനെ തന്നെയാണ് സിനിമയിൽ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു, എന്ന കൂട്ടം അറ്റാക്ക് ചെയ്യുന്നു. സിനിമയിൽ ക്ലാസ് ഡിവൈഡ്, പ്രിവിലേജ് തുടങ്ങിയ കാര്യങ്ങളാണ് ഡയറക്ടർ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത്. അമേരിക്ക വിന്നേഴ്സിനെയും ലൂസേഴ്സിനെയും ക്രിയേറ്റ് ചെയ്യുന്നു എന്ന ഐഡിയയിലുണ്ടായ സിനിമ. സമൂഹത്തിൽ മുകളിൽ തട്ടിലുള്ള ആളുകൾ അവരുടെ കംഫർട്ടിൽ ജീവിക്കുമ്പം താഴെ തട്ടിലുള്ള ആളുകൾ അവരുടെ നിശബ്ദതയിൽ സഫർ ചെയ്യുകയാണ്. സിനിമയിലെ പോലെ തന്നെ അവർ കണക്റ്റഡ് ആണ്, പക്ഷേ ഈക്വൽ അല്ല. ഡ്യുവാലിറ്റി, എല്ലാവർക്കും 2 വേർഷൻ ഉണ്ട്. നിങ്ങൾ ജീവിക്കുന്ന ജീവിതവും നിങ്ങൾക്ക് ജീവിക്കാമായിരുന്ന ജീവിതവും. സിനിമയിലെ ശരിക്കുള്ള ഹൊറർ എന്തെന്ന് വെച്ചാൽ നിങ്ങൾ സ്പെഷ്യൽ അല്ല, നിങ്ങൾ ലക്കിയാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ്. ഈ സിനിമ പലർക്കും ഇഷ്ടപ്പെടാണ്ട് പോയിട്ടുണ്ട്. കാരണം ഈ സിനിമ വളരെ കുറച്ച് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ, വളരെ കുറച്ച് മാത്രം ഡയറക്റ്റാണ്, കൂടുതൽ സിംബോളിക്കാണ്. ഇതാണ് സിനിമയെ സ്പെഷ്യലാക്കുന്നതും. അസ് എക്സ്പ്ലെയിൻ ചെയ്യപ്പെടാനുള്ളതല്ല, നമ്മളെ ഹോണ്ട് ചെയ്യുക എന്നതാണ് സിനിമയുടെ ഉദ്ദേശം. ഇദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് മൂവി 2022 റിലീസായ നോപ്പ്, ജോർദാൻ പീലിൻ്റെ മോസ്റ്റ് സിനിമാറ്റിക് മൂവി, ഒരു തർക്കവുമില്ല, ഇത് തന്നെയാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ ഇതൊരു UFO ഫിലിം.
പക്ഷേ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഏലിയൻ. ഇത് സ്പെക്ടാക്കിളിനെ കുറിച്ചാണ്. ആളുകൾ എങ്ങനെ ഡേഞ്ചറിനെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണുന്നു, മനസ്സിലാക്കുന്നതിനു പകരം മനസ്സിലാക്കേണ്ട കാര്യങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു, ട്രോമയെ പ്രോഫിറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നു. സിനിമയിൽ UFO ഒരു മിഷനല്ല, അതൊരു ആനിമലാണ്. ആളുകൾ അതിനു വേണ്ട റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല. സിനിമയിലെ ആ കുരങ്ങൻ്റെ, ആ ചിമ്പാൻസിയുടെ സീൻ, വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ചിമ്പാൻസി ഒരു ബലൂൺ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടിട്ട് ആളുകളെ ക്രൂരമായിട്ട് കൊല്ലുന്നു. എങ്ങനെ നമ്മൾ നേച്ചറിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. ഒരു മൃഗത്തെ നമ്മൾ പെർഫോം ചെയ്യാൻ നിർബന്ധിച്ചാൽ എന്ത് സംഭവിക്കും. അതിലുപരി ട്രോമ അത് പൊട്ടിത്തെറിക്കുന്നത് വരെ എങ്ങനെ ഇഗ്നോർ ചെയ്യപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ സീൻ മെയിൻ സ്റ്റോറിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഈ സിനിമയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മെസ്സേജ്, നമുക്കെല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ജോർദാൻ പീലിൻ്റെ ഈ 3 സിനിമകളിലും വളരെ കോമൺ ആയിട്ടുള്ള ചില ഫാക്ടേഴ്സ് ഉണ്ട്. കൺട്രോളും ഫ്രീഡവും, കാണുന്നതും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും. പിന്നെ അമേരിക്കനെ ഒരു ഹൊറർ സ്റ്റോറി ആയിട്ട് പുള്ളി പലയിടത്തും കാണിക്കുന്നു. ഒരു സൂപ്പർ നാച്ചുറൽ എവിൾ എന്നതിലുപരി സിസ്റ്റംസും ഹാബിറ്റ്സും എല്ലാമാണ് പുള്ളിയുടെ സിനിമയിൽ മെയിനായിട്ട് വില്ലന്മാരായിട്ട് വരുന്നത്. വെറുതെ ഹൊറർ മൂവീസ് ഉണ്ടാക്കുന്നതിലുപരി പുള്ളി അതിനെ റീഡിഫൈൻ ചെയ്തു. വളരെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പുള്ളിയുടെ സിനിമകളിലൂടെ നമ്മളോട് ചോദിക്കുന്നു. നിങ്ങൾക്ക് ജോർദാൻ പീൽ സിനിമകൾ ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിലും ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് ജോർദാൻ പീൽ ഒരു ട്രൂ ഫിലിം മേക്കർ ആവുന്നത്.